പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റിൽ ഒരു വാചകം ഉണ്ടല്ലോ, നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു, തീവ്രമായി എന്താഗ്രഹിക്കുന്നു ആ ആഗ്രഹം നിറവേറ്റാൻ നമ്മളോട് ഇപ്പൊ ഈ ലോകം തന്നെ കൂടെ നിൽക്കുമെന്ന് പറയുന്നുണ്ടല്ലോ പൗലോ കൊയ്ലോന്റെ ആ ഒരു ആൽക്കെമിസ്റ്റിലെ. അതേപോലെ ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു എനിക്ക് ജയിലിൽ നിന്ന് മോചിതയാവണമെന്ന്. ആ തീവ്രമായ ആഗ്രഹത്തിന് എനിക്ക് വേണ്ടി ഒത്തിരി പേര് എൻ്റെ കൂടെ നിന്നു. എനിക്ക് ജയിലിൽ ചാടാൻ തോന്നിയിട്ടില്ല. കാരണം ജയിൽ ചാട്ടം ഒരു കുറ്റകരമാണെന്നറിയാം. കാരണം ഞാൻ തെറ്റ് ചെയ്യാതെ വന്ന ഒരാളാണ്. പിന്നെ എനിക്ക് എന്തിനു ജയിൽ ചാടണം? ഞാൻ ഒരിക്കലും ജയിലിൽ ചാടാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരു പ്രാവായിരുന്നെങ്കിൽ പറന്നു പോകായിരുന്നു, ഒരു കാക്കയായിരുന്നെങ്കിൽ പറന്നു പോകായിരുന്നു, അല്ലെങ്കിൽ ഈ മതിൽക്കെട്ടിനുള്ളിലെ തുറക്കുമ്പോൾ ചാടി വരുന്ന ഏതെങ്കിലും ഒരു ഇഴജന്തു ആയിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഇഴഞ്ഞെങ്കിലും എൻ്റെ വീട്ടിലെത്തായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ജയിലിൽ ചാടാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരിക്കൽ ജയിലില് കോട്ടയത്ത് നിന്ന് ഒരു അസിസ്റ്റന്റ് സൂപ്രണ്ട് വന്നു. കാരണം അവർക്ക് ആരോട് സ്നേഹമില്ലാത്ത പോലെയായിരുന്നു പെരുമാറി. അവർക്ക് എന്തോ എന്നെ കണ്ടുകൂടായിരുന്നു, എന്നെ ഒട്ടും ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. അവരുടെ മുഖത്തൊരു പുഞ്ചിരി വരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്നോട് എന്തോ ഒരു വൈരാഗ്യമുള്ള പോലെയായിരുന്നു അവർക്ക് വന്നപ്പോൾ തൊട്ട്. അതെന്താണ് കാരണം എന്ന് എനിക്കറിയില്ല. ഞാൻ നന്നായി ജോലി ചെയ്യുമായിരുന്നു. പക്ഷെ ആ ഇടയ്ക്ക് എനിക്ക് കാലിന് ചെറിയൊരു പ്രശ്നം വന്നു. ഞാനൊന്ന് വീണതാണ്. പശുവിനെ വലിച്ചുകൊണ്ട് ഓടിയപ്പോൾ കാലിന് നല്ല വേദന വന്നു. അപ്പൊ പുല്ലെടുക്കാൻ എനിക്ക് പറ്റാതായി. ഇപ്പൊ എൻ്റെ കൂടെ വന്നവര്, ഞാൻ പുല്ല് നല്ലോണം അരിയും, അവരപ്പൊ പുല്ലും കെട്ട് ഏറ്റി എന്നോട് ഏറ്റുണ്ടാകും, ഞാൻ തലയിൽ വെച്ച് ചുമന്നോളാന്ന് പറഞ്ഞു. പക്ഷെ ഈ മേഡം അതിനനുവദിച്ചില്ല. കാല് വേദനയാണെങ്കിൽ ലിസി പുല്ല് തലയിൽ ചുമന്ന് തന്നെ വരണം, അല്ലെങ്കിൽ ലിസി വയ്യാത്ത കാലും വെച്ചിട്ട് പുല്ലും കെട്ട് വലിച്ചു കൊണ്ടുവരുമെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വല്ലാത്ത എന്തോ ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയായിരുന്നു. പക്ഷെ അവര് ഒരിക്കലും ചെയ്തു. അത് എന്നോടുള്ള വാശി കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ മൊത്തം എല്ലാ തടവുകാരെയും വേദനിപ്പിച്ചൊരു സംഭവം ഉണ്ടായി. കാരണം ഒരിക്കലും നമ്മളെ ഏറ്റവും ബഹുമാനിക്കുന്നത്, ഇന്ന് എല്ലാവരും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണല്ലോ അധ്വാനിക്കുന്നത്. ഈ ഒരു കളവ് ചെയ്യുന്നതും എന്ത് ചെയ്യുന്നതും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കാൻ. അങ്ങനെ ആ അന്നം ഓരോ തടവുകാരെയും നിർത്തി അവരുടെ കാൽവിരലിന്റെ ചോട്ടിൽ അവരുടെ പാത്രം വെപ്പിച്ച് ആ പാത്രത്തിലൂടെ കിച്ചണിൽ ജോലി ചെയ്യുന്നവരോട് ചോറ് വിളമ്പിയിടാൻ പറഞ്ഞു. ഞാന് ആദ്യം ഇത് കേട്ടത് ഇങ്ങനെ നിന്ന് ഞെട്ടിപ്പോയി. കാരണം ജയിലാണ്, നമ്മളെ പ്രതികരിച്ച പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ എന്റെ മനസ്സിനകത്ത് പ്രതികരിക്കണമെന്ന് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ വിശപ്പല്ലേ, ഞാനും വാങ്ങി ചോറ് കാലിന്റെ ചോട്ടിലിരുന്ന്. നമ്മുടെ പെരുവിരലിന്റെ താഴെ ഒരിക്കലും നമ്മുടെ ആഹാര പാത്രം ഇരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കാലിന്റെ ഓരോരുത്തരും പ്ലേറ്റ് എടുത്ത് പോകുമ്പോൾ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് ഭക്ഷണത്തിനകത്തേക്ക് വീഴില്ലേ. ഇങ്ങനെ അവര് ചെയ്തപ്പോൾ ഞാൻ ആ ചോറ് വാങ്ങി. ആ ചോറ് ഞങ്ങൾ കുറെ പേര് കഴിച്ചില്ല, അവിടെ കൊണ്ടുവച്ചു. ഞാൻ ചോദിച്ചു എല്ലാവരോടും, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രതികരിക്കാൻ താല്പര്യമുണ്ടോ എന്നോട് കൂടെ വരാം?